ഫിയർലെസ് ക്രിക്കറ്റർ എന്ന് വിശേഷിപ്പിക്കുന്ന ആളാണ് ഋഷഭ് പന്ത്. ഇന്ത്യ ഓസ്ട്രേലിയ ക്രിക്കറ്റ് ടെസ്റ്റിൽ സെഞ്ചുറിയുടെ മികവിൽ നിൽക്കുകയാണ് ഋഷഭ് പന്ത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സ്വന്തം അമ്മയുടെ ജന്മദിനം കൂടി എത്തിയിരിക്കുന്നത്. അമ്മയ്ക്ക് ജന്മദിന ആശംസകൾ നേർന്നിരിക്കുകയാണ് ട്വിറ്ററിലൂടെ ഋഷഭ് പന്ത്. കുടുംബത്തിന്റെ മേന്മയുടെയോ പണത്തിന്റെയോ മികവിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ എത്തിപ്പെട്ട ആളല്ല പന്ത്, മറിച്ച് ഇല്ലായ്മയുടെയും കഷ്ടപ്പാടിന്റെയും വഴികളിലൂടെ ക്രിക്കറ്റ് എന്ന സ്വപ്ന ലോകത്തേക്ക് കടന്നു കയറിയ ആളാണ്. അതിന് താങ്ങും തണലുമായത് സ്വന്തം അമ്മ തന്നെ. ആ അമ്മയെക്കുറിച്ചും ഋഷഭ് പന്ത് എന്ന ഇപ്പോഴത്തെ മികച്ച ക്രിക്കറ്റ് താരത്തിന്റെയും വഴികൾ ഓർക്കുകയാണ്. ഒരു അഭ്യാസിയെ പോലെ ക്രീസിന് ചുറ്റും കറങ്ങിയും തിരിഞ്ഞുമൊക്കെ ഉള്ള അയാളുടെ ബാറ്റിംഗ് കാണാൻ ചന്തമേറെയാണ്. ഓസ്ട്രേലിയൻ കമന്റേറ്റർമാരെ കൊണ്ട് പോലും ഫ്ലെക്സിബിലിറ്റിയെ പറ്റി എടുത്തു പറയിപ്പിച്ച ഒരു താരമാണ് ഋഷഭ് പന്ത്. ഓസ്ട്രേലിയയിൽ ഇയാളുടെ ദിവസങ്ങളായിരുന്നു. എന്നാൽ ഋഷഭ് പന്തിനുമുണ്ടായിരുന്നു കഷ്ടപ്പാടുകളുടെ ഒരു ഭൂതകാലം. ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറിലെ റൂർക്കി എന്ന ഗ്രാമത്തിലാണ് പന്തിന്റെ ജനനം. ചെറുപ്പം മുതൽ തന്നെ കുഞ്ഞു ഋഷഭിന് ക്രിക്കറ്റ് എന്നാൽ ജീവനായിരുന്നു. എന്നാൽ ഗംഗ നദിക്കരയിലെ ഒരു കൊച്ചു പട്ടണമായ റൂർക്കിയിൽ ഒരു ക്രിക്കറ്റ് പരിശീലനത്തിന് വേണ്ട ആവശ്യ സൗകര്യങ്ങൾ ഒന്നുമില്ലായിരുന്നു. അത്ര കണ്ട് വികസനം വന്നെത്താത്ത ഒരു കൊച്ചുനാട്. മകന്റെ ഇഷ്ടം സാധിച്ചു കൊടുക്കാൻ ആ നാട്ടിൽ താമസിക്കുന്നിടത്തോളം കാലം അച്ഛനും അമ്മയ്ക്കും സാധിക്കുമായിരുന്നില്ല. ഒടുവിൽ അവന് 10 വയസ്സ് കഴിഞ്ഞപ്പോൾ അവർ അവനെ കൊണ്ട് ഡൽഹിയിലെത്തി. അവന് മെച്ചപ്പെട്ട ക്രിക്കറ്റ് പരിശീലനം നൽകാൻ ആയിരുന്നു അത്. ദേവേന്ദർ ശർമ്മ എന്ന കോച്ചിന് അടുത്താണ് ഋഷഭ് പന്തിന്റെ അച്ഛൻ രാജേന്ദ്ര അവനെ എത്തിച്ചത്. 45 ദിവസം നീണ്ടുനിന്ന ഒരു ക്രിക്കറ്റ് ക്യാമ്പ് അന്ന് ദേവേന്ദർ ഭാഗമായ ക്രിക്കറ്റ് അക്കാദമി നടത്തിയിരുന്നു. മകന് വേണ്ടി ഏറെ സ്വപ്നം കണ്ട ആ പിതാവ് ദേവേന്ദറിന്റെ പക്കൽ ഋഷഭിനെ ഏൽപ്പിച്ച് തിരികെ നാട്ടിലേക്ക് പോയി. അയാൾക്ക് പോയേ മതിയാകുമായിരുന്നുള്ളൂ. കാരണം ഡൽഹിയിൽ അയാൾ നിന്നാൽ മകന്റെ പരിശീലനത്തിന് ആവശ്യമായ പണം കണ്ടെത്താൻ ആകുമായിരുന്നില്ല. ഋഷഭിന്റെ അമ്മ മകനൊപ്പം ഡൽഹിയിൽ നിന്നു. പരിചിതമല്ലാത്ത ആ നാട്ടിൽ മകന്റെ കൈയും പിടിച്ച് എത്തിയ ആ അമ്മയുടെ ത്യാഗവും വിശ്വാസവും കൂടെയാണ് ഋഷഭ് പന്തിനെ കരുത്തനാക്കിയത്. കയ്യിൽ പണമില്ലാതെ ആരെയും അറിയാതെ ബുദ്ധിമുട്ടിയ ഋഷഭും അമ്മയും താമസിക്കാൻ ഒരു മുറിയെടുക്കാൻ പോലും കയ്യിൽ കാശില്ലാതെ ആദ്യ ദിനങ്ങളിൽ വിഷമിച്ചു. ഒടുവിൽ മോഡി ബാഗ് ഗുരുദ്വാരയിൽ അഭയം തേടി. ഏറെക്കാലം അവിടെ കഴിഞ്ഞാണ് ഋഷഭ് പന്ത് ക്രിക്കറ്റ് പരിശീലിച്ചത്. മകന് വേണ്ടി ആ അമ്മ ഗുരുദ്വാരയിലെ ജോലികൾ ചെയ്തു പണമുണ്ടാക്കി. അടുത്ത അണ്ടർ 12 ടൂർണമെന്റിൽ അവൻ തുടരെ 3 സെഞ്ചുറി കുറിച്ചപ്പോഴും ആ അമ്മ ഗുരുദ്വാരയിൽ ഭക്ഷണം വിളമ്പുകയും പാത്രങ്ങൾ വൃത്തിയാക്കുകയും ചെയ്യുകയായിരുന്നു. അവന്റെ പ്രകടനം കണ്ട കോച്ച് ഒടുവിൽ എയർഫോഴ്സ് സ്കൂൾ ഡൽഹിയിൽ ഒരു അഡ്മിഷൻ വാങ്ങിക്കൊടുത്തു. അവർ വർഷത്തിൽ സ്പോർട്സിലും മറ്റും മിടുക്കരായ വിദ്യാർത്ഥികളെ പണമൊന്നും ഇല്ലാതെ പഠിപ്പിക്കുമായിരുന്നു. അവരിൽ ഒരാളായി ഋഷഭ് പന്തും. അതിനുശേഷം അവന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. രഞ്ജി ട്രോഫിയിലും അണ്ടർ 19 വേൾഡ് കപ്പും IPLും ഒടുവിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമും അവൻ പതിയെ നടന്നു കയറി. ഫിയർലെസ് ക്രിക്കറ്ററായി മാറുക തന്നെ ചെയ്തു. ഋഷഭ് പന്ത് സ്റ്റാർ ആണെങ്കിൽ അമ്മ സരോജ് പന്ത് സൂപ്പർ സ്റ്റാർ തന്നെയാണ്. അമ്മയുടെ ജന്മദിനത്തിൽ മകൻ കുറിച്ച ആ സെഞ്ചുറി ആ അമ്മയ്ക്ക് വേണ്ടി ഉള്ളത് തന്നെയാണ്.